ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിലെ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്. ടെൻസ് ഏതാണെന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊരു സിമ്പിൾ മെത്തേഡാണ് പറയാൻ പോകുന്നത്. ഇവിടെ റാം സബ്ജക്റ്റാണ്, എ ലെറ്റർ ഒബ്ജക്റ്റാണ്. അങ്ങനെയൊന്നും അറിയണ്ട. റാം റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുമ്പോൾ എ ലെറ്ററിലാണ് തുടങ്ങുക, റിട്ടൺ ബൈ റാമിലാണ് അവസാനിക്കുക. എല്ലാത്തിലും കോമൺ ആണ്. ടെൻസ് ഏതും ആയിക്കോട്ടെ, എന്ത് വന്നാലും എ ലെറ്റർ റിട്ടൺ ബൈ റാം, എല്ലാം അങ്ങനെ തന്നെയാണ്. കണ്ടോ, വിൽ റൈറ്റ് വന്നാലും എ ലെറ്റർ റിട്ടൺ ബൈ റാം. ഇനി നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ ഇടയിൽ എന്ത് ഫില്ല് ചെയ്യും എന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇവിടെ റൈറ്റ്സ് ആണ് വന്നത്, അതുകൊണ്ട് ഈസ് വരും. ഈസ്. റോട്ട് വന്നു, അതായത് പാസ്റ്റ് ടെൻസിൽ വന്നു കഴിഞ്ഞാൽ വാസ് വരും. ഈസ് റൈറ്റിംഗ്. ഈസ് റൈറ്റിംഗ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്, അങ്ങനെയൊന്നും ഓർക്കണ്ട. ഈസ് റൈറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈസ് ബീയിങ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വാസ് റൈറ്റിങ്ങിന് എന്തായിരിക്കും വരിക? വാസ് ബീയിങ്. അതുപോലെ ഹാസ് റിട്ടണ് ഹാസ് ബീൻ റിട്ടൺ, ഒരു ബീൻ കൂടി വരും. ഹാസിന് ഹാസ് ബീൻ. അങ്ങനെയാണെങ്കിൽ ഹാഡിന് എന്തായിരിക്കും വരിക? ഹാഡ് ബീൻ വരും. വിൽ ഹാവിന് വിൽ ഹാവ് ബീൻ വരും. വിൽ റൈറ്റിന് വിൽ ബി ആണ് വരിക, വിൽ ബി. മസ്റ്റിന് മസ്റ്റ് ബി. ഷുഡിന് ഷുഡ് ബി. സിമ്പിൾ അല്ലേ? ഷുഡിന് ഷുഡ് ബി, മസ്റ്റ് മസ്റ്റ് ബി, വിൽ വിൽ ബി, വിൽ ഹാവ് ബീൻ, ഹാഡ് ബീൻ, ഹാസ് ബീൻ, വാസ് ബീൻ, ഈസ് ബീയിങ്, റോട്ട് പാസ്റ്റ് വന്നാൽ വാസ്, പ്രസൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈസ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മതി, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ലെറ്റേഴ്സ് ആയിരുന്നുവെങ്കിൽ ഇവിടെ ആർ വന്നേനെ, ഇവിടെ ലെറ്റേഴ്സ് ആയിരുന്നുവെങ്കിൽ വേർ വന്നേനെ, ലെറ്റേഴ്സ് ആയിരുന്നുവെങ്കിൽ ആർ ബീയിങ് വന്നേനെ, ഇവിടെ ലെറ്റേഴ്സ് ആയിരുന്നുവെങ്കിൽ വേർ ബീയിങ് വന്നേനെ, ഇവിടെ ലെറ്റേഴ്സ് ആയിരുന്നെങ്കിൽ ഹാവ് ബീൻ വന്നേനെ, ഇവിടെ ലെറ്റേഴ്സ് ആണെങ്കിൽ ഹാഡ് തന്നെ വരിക. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വരിക. പ്ലൂരൽ വരുമ്പം വ്യത്യാസം വരത്തില്ല. ഓർത്തിരിക്കേണ്ട കാര്യം ഈ ആഡ് ചെയ്ത കാര്യം മാത്രം ഓർത്താൽ മതി, ബാക്കിയെല്ലാം സെയിം ആണ്. സിമ്പിൾ അല്ലേ? മനസ്സിലായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.